അവിടേക്ക് പോകാനുള്ള വഴിയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഇപ്പൊ ഹീറോ ആ ഒരു മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഓ ഗോൾഡൻ ക്യാസിലേക്ക് പോയതല്ലേ, അത് ഞാനല്ല എന്റെ മുത്തശ്ശനാണ്, അകത്ത് പോയി നോക്ക്, അദ്ദേഹത്തിനെ കാണാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി നോക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേറൊരു മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിനോടും ഇവര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഗോൾഡൻ ക്യാസിലേക്ക് പോയിട്ടുള്ള മുത്തശ്ശൻ അത് ഞാനല്ല എന്റെ മുത്തശ്ശനാണ്, അദ്ദേഹത്തിനെ കാണുന്നുണ്ടെങ്കിൽ അകത്ത് പോയി നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇവര് മെല്ലെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ഗോൾഡൻ ക്യാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്, ആ ഒരു മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട്, അവിടേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമെന്ന് ഇവരിപ്പോ ചോദിക്കുകയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാളും പറയുന്നുണ്ട് എന്റെ മുത്തച്ഛനാണ് പോയെന്നുള്ളത്. ഇത് കേട്ടിട്ട് ഇവരുടെ കിളിക്കൂട് പറന്നു പോവാണ്. ഇപ്പോ ഇയാള് പറഞ്ഞിട്ടുള്ള മുത്തച്ഛനെ കാണാനായിട്ട് വന്നേക്കാണ്. അദ്ദേഹം തീരെ സുഖമില്ലാതെ കിടക്കായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നത് എന്റെ മുത്തച്ഛനാണെന്നാണ്. ഇപ്പൊ ആകെ കിളി പോയിട്ടുള്ള ഇവര് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതേ റൂമിൽ തന്നെ ചെറിയൊരു തൊട്ടില് ഒരു മുത്തച്ഛൻ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവസാനം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ഞാനാണ് ആ ഒരു ഗോൾഡൻ കാസിലിൽ പോയതെന്നും അവിടെ ഉണ്ടായിരുന്ന ട്രഷറുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവിടുന്ന് മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സമ്മതിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇവര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജാവും രാജ്ഞിയും ഇതുപോലെ മരിക്കാനായിട്ട് കിടക്കുകയാണ്. ഈ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. മുത്തച്ഛനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ ശ്രമിക്കുകയാണ്. ഒരുപാട് വയസ്സായിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ ഒരു പഴയ ഡയറി എവിടെയോ ഉണ്ട്, അത് തെരഞ്ഞു കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇവർ ആ ഒരു ഭാഗം മുഴുവൻ തപ്പി തെരഞ്ഞിട്ട് ആ ഡയറി കണ്ടുപിടിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടേക്ക് പോകാനായിട്ടുള്ള വഴി ആ ഒരു ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേർക്ക് നല്ല സന്തോഷമാവാണ്. അവരിപ്പോ ഈ ഒരു മുത്തശ്ശന്മാരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഇപ്പൊ വീടിന്റെ പുറത്തേക്ക് ഈ ഒരു ഡയറിയൊക്കെ വായിച്ചിട്ട് നടന്നു വരുന്നുണ്ട്. എന്നാൽ വീടിന്റെ പുറത്തെത്തി അതേ സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് ഈ ഒരു ഡയറി നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുകയാണ്. ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രഷർ അന്വേഷിച്ചിട്ട് ആ ഒരു മന്ത്രവാദിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ രാജാവിനും രാജ്ഞിക്കും പോയിസൺ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡി.